നമസ്കാരം. ദ ഗ്രാനി സ്റ്റൈലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലേ, ഒരു മുത്തശ്ശി കഥ എന്ന് മാറ്റിയിട്ട് എന്താണ് ദ ഗ്രാനി സ്റ്റൈൽ എന്ന് വന്നത്? അതിന് റീസൺ ഉണ്ട് കേട്ടോ. കാരണം മുത്തശ്ശി കഥ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ചാനലുണ്ട്, അതെനിക്കറിയില്ലായിരുന്നു. അതിൻ്റെ പേരിലാണ് അന്ന് ഞാൻ മുത്തശ്ശി കഥ എന്ന് പേരിട്ടത്. അത് ശരിക്കും പറഞ്ഞൊരു സർപ്രൈസ് വീഡിയോ ആയിരുന്നു എനിക്കും. അത് അന്നേരം നല്ലൊരു മഴയുണ്ടായിരുന്നു, പുറത്തേക്ക് ഇറങ്ങി ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തൊരു വീഡിയോ ആണത്. എന്നാലേ ഇന്ന് ഞങ്ങളൊരു സ്ഥലത്തും വരെ പോവുകയാണ്. എവിടെയാണെന്നല്ലേ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ അത് യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ ഇതാ ഞങ്ങളുടെ യാത്ര തുടങ്ങുകയായിട്ടോ. അപ്പോൾ ഞങ്ങൾ പോണത് ടോറൻസ് പാരൻസ് അങ്ങോട്ടൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. കുടുംബമായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് വീക്കെൻഡാണ്, ഫ്രൈഡേ ആണ്, ഫ്രൈഡേ ഈവനിങ് ആണ്. ഇവിടുന്ന് കുറച്ചധികം ദൂരമുണ്ട് അങ്ങോട്ടേക്ക്. ഇവിടെ കാനഡയിൽ എല്ലാവരും വീക്കെൻഡ്സ് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. മൺഡേ ടു ഫ്രൈഡേ വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും, അത് കഴിഞ്ഞ് റെസ്റ്റ് ആണ് സൺഡേ ആൻഡ് സാറ്റർഡേ. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഒരുവിധം ഒരു 95% ഫാമിലീസ് ഇന്ന് പുറത്തേക്ക് പുറം ലോകം കാണാനും പാർക്കിൽ പോകാനും ഫിഷിങ്ങിന് പോകാനും ഓരോ സ്ഥലത്തേക്ക് ടൂറ് പോകാനും അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളായിട്ടാണ് ഈ സാറ്റർഡേ സൺഡേസ് ഇപ്പോൾ ഈ കാനഡിയൻസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കാനഡയിലായതുകൊണ്ട് ഞങ്ങളിപ്പോൾ അങ്ങനെ തന്നെയാണ്, സാറ്റർഡേ സൺഡേ എങ്ങോട്ടേക്കെങ്കിലും ഇറങ്ങും, അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോണത് ഞാൻ പറഞ്ഞല്ലോ ടോറൻസ് പാരൻസ് അങ്ങോട്ടാണ്. അവിടെ അറോറ അല്ലെങ്കിൽ നോർത്തേൺ ലൈറ്റ്സ് എന്ന് പറയും, അറോറ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ അത്ര ഷുവറൊന്നും അല്ല കേട്ടോ, അറോറ കാണാൻ പറ്റും എന്നുള്ളത് അത്ര ഷുവറൊന്നും അല്ല. എങ്കിലും കാണുക എന്നുള്ളത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. കാണുകയാണെങ്കിൽ അത് ഞാൻ നിങ്ങളെല്ലാവരായിട്ട് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ യാത്ര തുടങ്ങുകയായി, പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാമല്ലോ, റോഡെല്ലാം കാണാമല്ലോ. അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തത്. റോഡെല്ലാം നല്ല വൈഡാണ്, നല്ല കൺവീനിയൻ്റാണ്, തിരക്കൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് അവിടെ എത്താൻ 2 തരത്തിലുള്ള റോഡുണ്ട്. ഇവിടെ ടോളുള്ള റോഡുണ്ട്, ടോളില്ലാത്ത റോഡുമുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ടോളില്ലാത്ത റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ടോളുള്ള റോട്ടിൽ കൂടെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി നേരത്തെ നമുക്ക് അവിടെ എത്താം. എന്നാൽ ടോളില്ലാത്തതെന്ന് വെച്ചാൽ വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാലും കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. ഹൈവേയിൽ ചില സ്ഥലങ്ങളിൽ ലെഫ്റ്റ് സൈഡിനോട് ചേർന്നിട്ട് നമുക്കൊരു ലൈൻ കാണാൻ സാധിക്കും. ഈ ലൈനിനെ നമ്മൾ പറയണത് ഹൈ ഓക്യുപ്പൻസി വെഹിക്കിൾ ലൈൻ എന്നാണ് പറയണത്. ഈ ലൈനിൽ തിരക്ക് വളരെ കുറവായിരിക്കും. അപ്പം നമ്മളവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ ധാരാളം കാറുകളുണ്ട്, ഒത്തിരി ആൾക്കാരും ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് ടോറൻസ് പാരൻസ് സ്കൈ കൺസർവേഷൻ. ഇവിടെ പാർക്ക് ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല. ഇത് 24 hours ഓപ്പൺ ആണ്. പക്ഷേ രാത്രി വരുന്നതാണ് ഇവിടെ നല്ലത്. അറോറ കാണുന്നത് തുറക്കണം പിടിച്ച സംഗതി തന്നെയാണ്. വഴി ഏതായാലും വഴി നല്ല വൃത്തിയുള്ള വഴിയാണ്, പക്ഷേ ഇതൊരു ദുർഘടം പിടിച്ച വഴി തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ ഞാൻ ആരെ നിരുത്സാഹപ്പെടുത്തുന്നതല്ല, ആർക്ക് വേണമെങ്കിലും വന്ന് കാണാം. ഇതിപ്പോൾ രാത്രിയാണ്, ഒത്തിരി രാത്രിയായി. വീട്ടിൽ നിന്ന് ഒരു 4 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. നമ്മൾ അറോറ കാണാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നു. ഇവിടെ ഏകദേശം ഒരു 4 മണിക്കൂറിൻ്റെ അടുത്ത് യാത്രയുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല രാത്രിയാണ് ഇവിടെ. ഒത്തിരി പേരുണ്ട്, അവിടെ ഇവിടെയൊക്കെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അറോറയുടെ ടൈം ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടെ ഈ ഒരു പോർഷനിൽ ഇപ്പോൾ നമുക്ക് കാണാൻ നക്ഷത്രങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി എപ്പോഴാണ് അറോറ വരുന്നത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, എപ്പോഴാണില്ല കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം, അല്ലെങ്കിൽ വന്ന പോലെ തന്നെ തിരിച്ചു പോകാം എന്ന് വിചാരിക്കുന്നു. ഇവിടെ സമയം 12 മണിയോട് അടുത്തിരിക്കുന്നു. ആകാശത്തിന് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നിറയെ നക്ഷത്രങ്ങളുണ്ട്. പിന്നെ ഇവിടുത്തെ സ്ഥലം എന്ന് പറയണത് ഇവിടെ പാറയാണ്. പാറ നന്നായിട്ട് നിരപ്പാക്കിയിട്ട് ടെൻറ്റ് അടിക്കാൻ പാകത്തിനുള്ള ഒരു ഷേപ്പിലാക്കിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ടും. ഇപ്പോൾ ഇവിടെ പല രാജ്യങ്ങളിൽ നിന്നും ഒത്തിരി ആൾക്കാർ വന്ന് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട് അറോറ കാണാൻ വേണ്ടിയിട്ട്. ഏതായാലും അറോറ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നമ്മളിത്തിരി നേരത്തെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ അറോറ കാണാൻ വേണ്ടിയിട്ട് വിദേശീയരായിട്ടുള്ള
പല ആളുകളും ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇല്ല, ഇപ്പോൾ രാത്രി സമയമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കൊതുകിൻ്റെ നല്ല ലാളനയുണ്ട് ഇവിടെ. ഇപ്പം നിങ്ങൾക്കൊരു സൗണ്ട് കേൾക്കാൻ സാധിക്കുന്നില്ലേ? ഈ സൗണ്ട് ഏതൊരു ജീവിയുടെ സൗണ്ടാണ് ഈ കേൾക്കുന്നത്. ആദ്യം ഞാൻ ഈ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയായിരുന്നു, ഇത് എന്താ ഈ സൗണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിൽ തവള കരയണത് വേറെ സൗണ്ടിലാണല്ലോ, ഇനി ഇവിടുത്തെ തവളയുടെ കരച്ചിലാണോ ഇത്, അതിന് വേറെ വല്ല ജീവികളുടെ ആണോ അതെനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് ഒരാളിരുന്ന് ഇങ്ങനെ കരയുമ്പോൾ മറുവശത്തുനിന്ന് മറ്റൊരാൾ റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. ഈ ജീവിയുടെ പേരെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് കമൻറ്റ് ചെയ്യാം. കാനഡ എന്ന രാജ്യത്തിൽ നമ്മൾ വന്യമൃഗങ്ങളെയോ അല്ലെങ്കിൽ പാമ്പ് പഴുതാറ അങ്ങനെയൊന്നും ഭയപ്പെടാനില്ല. കാരണം അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. ഇനി അഥവാ എന്തെങ്കിലും ഒരു മൃഗങ്ങൾ നമ്മുടെ മുമ്പിൽ കൂടെയൊക്കെ വരികയാണെങ്കിൽ തന്നെ അവരവരുടെ പാട്ടിന് പൊക്കോടും. നമ്മൾ അവരെ ഉപദ്രവിക്കാണ്ടിരുന്നാൽ മതി. ഞങ്ങളിപ്പോൾ തിരിച്ച് നടക്കുക കേട്ടോ. അറോറ കാണാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല, സമയം ഏറെയായി, അറോറ വന്നിട്ടില്ല. എങ്കിലും ഞാൻ പറയാണ്, നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാണ്, ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവില്ലേ, ടോറൻസ് ബാരൻസ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? അതെന്താണെന്ന് വെച്ചാൽ ഇത് ഡാർക്ക് സ്കൈ പ്രിസർവ് ആൻഡ് കൺസർവേഷൻ ഏരിയ. ഇത് ഒണ്ടാറിയോയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ലോകത്ത് തന്നെ ആദ്യമായിട്ട് പെർമനൻ്റ്ലി ഡിസൈൻ ചെയ്ത ഡാർക്ക് സ്കൈ റിസർവ് ഏരിയ ആണ്. എന്താണ് ഈ അറോറ? നോർത്തേൺ ലൈറ്റ്സ് അല്ലെങ്കിൽ അറോറ ബൊറിയാലിസ് പ്രധാനമായിട്ടും ആർട്ടിക് അന്റാർട്ടിക് മേഖലകളിൽ കാണപ്പെടുന്ന പ്രകൃതിയുടെ ഒരു പ്രതിഭാസ വെളിച്ച പ്രകടനങ്ങളിൽ ഒന്ന്. ഈ നോർത്തേൺ ലൈറ്റ്സ് സാധാരണയായി കാണപ്പെടുന്നത് കാനഡ, നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ് എന്നീ പ്രദേശങ്ങളിലാണ്. ഞങ്ങൾക്ക് അറോറ കാണാൻ പറ്റിയില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ആകാശത്ത് നക്ഷത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷേ അപ്പോഴത്തേക്ക് എന്ത് പറ്റിയെന്ന് അറിയോ? ഞങ്ങളുടെ ഫോട്ടോ എടുക്കാൻ നേരത്തെ ഞങ്ങളുടെ ഇന്ന് ക്യാമറ താഴെ വീണു, ഒന്ന് പൊട്ടി. അങ്ങനെ സംഭവിച്ചു. പിന്നെ കൃത്യമായിട്ടൊന്നും കാണാൻ പറ്റിയില്ല. കണ്ടതാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യണത്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ പതിയെ തിരിച്ചു പോരാനുള്ള തയ്യാറെടുപ്പിലുമായി. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയിട്ടോ ഞാൻ. സാധാരണയായിട്ട് ഇത് പച്ച, പിങ്ക്, ചുവപ്പ്, മഞ്ഞ, നീല, വയലറ്റ് എന്നീ കളറുകളിലാണ് നമ്മൾ ഇത് കാണുന്നത്. പക്ഷെ ഞങ്ങൾക്ക് കാണാനൊന്നും പറ്റിയൊന്നുമില്ല. എന്നാലും നമ്മളുടെ അറിവ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യണം. ഞങ്ങൾ തിരിച്ചു പോരുക കേട്ടോ. വണ്ടിയുടെ പെട്രോളൊക്കെ തീരാറായി. അവിടം വരെ വീട് വരെ എത്തണം. നല്ല ദൂരമുണ്ട്, ഒരു 4 മണിക്കൂറോളം ഉണ്ട് ഇനി വീടെത്താൻ വേണ്ടിയിട്ട്. അറോറയാണെങ്കിൽ കാണാനോട്ട് പറ്റിയില്ല. അവിടെയാണെങ്കിൽ ധാരാളം ആൾക്കാരുണ്ട് കേട്ടോ. ഇരുട്ടുമാണ്. ഞങ്ങളപ്പോൾ തിരിച്ചു പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല വിജനമായിട്ടുള്ള റോഡും 2 വശത്ത് കാടും. പിന്നെ പെട്രോൾ തീരാറായി. അതുകൊണ്ട് ഇനി അടുത്ത് ഒരു പമ്പിൽ ചെന്നിട്ട് പെട്രോൾ അടിക്കണം. ഇപ്പോൾ നല്ലൊരു കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മൂന്നാർ പോകുന്ന ഒരു ഫീലിംഗ് ആട്ടോ ഇപ്പോൾ നമുക്കുള്ളത്. നമ്മുടെ റോഡിൻ്റെ ഫ്രണ്ടിൽ കൂടെ അവിടെ ചാടി പോകുന്നുണ്ട്. പിന്നെ കോട മഞ്ഞുണ്ട്. മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയാണ്. ഈ വണ്ടിക്ക് പെട്രോൾ അടിക്കണമല്ലോ. അപ്പം ഞങ്ങളൊരു പെട്രോൾ പമ്പിൽ കയറി, പെട്രോൾ കാനഡ. അവിടെ ചെന്നപ്പോൾ അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. പെട്രോൾ അടിക്കാണ്ടിരിക്കാനും പറ്റില്ല. വണ്ടി ഓടുകയും വേണം, നമുക്ക് വീട് എത്തുകയും വേണം. അപ്പോൾ നമ്മൾ അടുത്ത പെട്രോൾ പമ്പിലേക്ക് കയറി. അത് സർക്കിൾ കെ, അതാണ് പെട്രോൾ പമ്പിൻ്റെ പേര്. ഇത് 24 hours ഇവിടെ ഓപ്പണാണ്. അതുമാത്രമല്ല, നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എന്ന് വെച്ചാൽ വളരെ അത്യാവശ്യം വേണ്ട സ്നാക്സ്, വെള്ളം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചും കൊണ്ട് നമുക്ക് പോകാം. കാരണം വീടെത്തണമെങ്കിൽ ഇനി 4 മണിക്കൂർ എങ്കിലും വേണം. അപ്പോൾ അവിടെ വരെ എത്തണ്ടേ, എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാം, ഇത്തിരി വെള്ളം കുടിക്കാം, അങ്ങനെയൊക്കെ കണ്ടില്ല. ഇതാണ് കട. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ, എനിക്ക് വീഡിയോ എടുത്തൊന്നും വലിയ ശീലമൊന്നും ഇല്ല കേട്ടോ. ഒക്കെ പഠിച്ചു വന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകും. അതെല്ലാം ക്ഷമിക്കുക. ഗ്രാനി അല്ലേ, എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.